നമസ്കാരമുണ്ട്. ഞാൻ ജോയി. ഒന്നുമില്ല, വെറുതെ വന്ന എല്ലാവർക്കുമൊക്കെ പറഞ്ഞ് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ. നിലവിൽ ഈ CJPയുടെ കാര്യം ഞാൻ ഇതിലത്തെ മുന്നത്തെ വീഡിയോയിലും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയേണ്ടി വരും. അയാളുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കുറച്ച് കുട്ടികളൊന്നുമല്ല മരിച്ചിട്ടുള്ളത്, 111 കുട്ടികളോളം മരിച്ചിട്ടുണ്ട് ഈ നീറ്റിൻ്റെ പരീക്ഷയുടെ ക്രമക്കേടായിട്ട് ബന്ധപ്പെട്ട്, പരീക്ഷ പേപ്പർ ലീക്കായതിനോട് അനുഭവപ്പെട്ടു. ഇത് ഈ ഒരുപാട് കാശ് ചിലവാക്കിയിട്ടുള്ള കുട്ടികളുടെ അവരെഴുതുന്നൊരു പരീക്ഷയല്ല. ഈ ഇടത്തട്ടിലുള്ള അവരുടെ മാതാപിതാക്കളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് പഠിച്ച് 2-3 കൊല്ലമൊക്കെ ഇരുന്ന് പഠിച്ച് ഉണ്ടാക്കുന്ന കുട്ടികളാണ്. ഇത് നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, കാരണം അവർക്ക് അതിനെ പറ്റിയിട്ട് അറിവില്ലാണ്ടായിരിക്കും. ഒരു കുട്ടി ഇങ്ങനെയൊക്കെ പഠിച്ച് ഇതേപോലെ ആ പേപ്പർ ലീക്കായി ആ പഠിപ്പിന് പിന്നെ ഒരു അർത്ഥമില്ലാണ്ടായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10-12 മണിക്കൂറും 16 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിച്ചിട്ടാണ് കുട്ടികൾ ഇതിൻ്റെ പരീക്ഷയ്ക്ക് തന്നെ വരണത്. അത് ഈ മെഡിക്കലിലേക്ക് ഇത് കിട്ടണം, മെഡിക്കൽ ഫീൽഡിലേക്ക് ഇത് കിട്ടണം, എൻട്രി കിട്ടണം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് അവരത് ചെയ്യണതും. പഠിച്ചിട്ടല്ലേ, പഠിക്കാണ്ടല്ലോ. ഈ BJP നേതാക്കളുടെ മക്കളുടെ പോലെ പരീക്ഷയുടെ പേപ്പർ ലീക്ക് ഔട്ടാക്കിയിട്ട് അതിൽ നിന്ന് എഴുതി കിട്ടി ജയിച്ചിട്ടുള്ള പഠിപ്പൊന്നുമല്ല. അങ്ങനത്തെ കുട്ടികൾ വല്ല ഡോക്ടറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ തന്നെ ചികിത്സിക്കണം, അവർക്ക് ഏറ്റവും ബെറ്റർ. അവരങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. പഠിക്കാത്ത ഭരണാധികാരികൾ അവർക്ക് പഠിക്കുന്ന കുട്ടികളെ ഒരു കയ്യിൽ നിന്നും ഇഷ്ടപ്പെടില്ല എന്ന് തോന്നണം. അതാണ് വാസ്തവം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ കുട്ടികളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് അവരിറങ്ങി ആ കുട്ടികളെ ഏതാണ്ട് ഭീകരവാദികളെ പോലെ തല്ലി ചതച്ച് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുള്ളത്. ഒരു കുട്ടിയുടെ നില അത്യാസന്ന നിലയിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരാവസ്ഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നട്ടലിനാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. ബോധം വന്നിട്ടില്ല, മാതാപിതാക്കളെ മിണ്ടാൻ അനുവദിക്കുന്നില്ല, പോലീസുകാർ ചുറ്റും കൂട്ടി ഇരിക്കുകയെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ന്യൂസ് ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ ഇപ്പോഴും ഒരുപാട് രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മറുപടിയുണ്ട്. ഒരുപാട് കുട്ടികൾ അതിനു വേണ്ടി നിരത്തിലിറങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും. അപ്പോൾ ഈ ധർമ്മേന്ദ്ര പ്രധാൻ അയാൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുക തന്നെ വേണം. ഇനി ഞാനീ പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ താഴെ ഒരുപാട് ചിലപ്പോൾ കമൻറ്റുകളൊക്കെ വരാം മോശമായിട്ടുള്ളത്. അത് നിങ്ങൾക്കും ഇടുന്നവരുടെ വീടിനും അത് സമർപ്പിക്കുന്നു. നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത്. വെറുതെ ഒരു എന്തിനോ എന്താ പറയുക, ബോധമില്ലാത്ത രീതിയിൽ അന്ധഭക്തരായിട്ടിരിക്കുന്നതിനേക്കാളും നല്ലത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ, അവരെ സപ്പോർട്ട് ചെയ്തുകൂടെ. ഇത്രയും പറയാനാണ് വന്നത്. ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.